മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ മഹാ എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ കണ്ണനും മഹാലക്ഷ്മിയും രാവിലെ തന്നെ തോമസ് വൈദ്യരുടെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട്. കാരണം രാത്രി ഒരു പോള കണ്ണ് നമ്മുടെ മഹാലക്ഷ്മി ഉറങ്ങുന്നില്ലായിരുന്നു. നെഞ്ചത്തകത്ത് എന്തോ ഒരു ഭാരം പോലെയും വയറുവേദനയും വൊമിറ്റിംഗ് ടെൻഡൻസിയും ഒക്കെ കാണിക്കുന്നത് കാരണം മഹാലക്ഷ്മിയെ രാവിലെ തന്നെ തോമസ് വൈദ്യരുടെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു. രാത്രി പോകാമെന്ന് പറഞ്ഞിട്ട് ഒരു വിധത്തിൽ സമ്മതിക്കുന്നില്ല. രാവിലെ തോമസ് വൈദ്യരുടെ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോഴത്തേക്കും അദ്ദേഹം ചോദിക്കുന്നു, ട്രിപ്പൊക്കെ കഴിഞ്ഞ് എന്ന് വന്ന് വിളിയും പറച്ചിലും ഒന്നും ഇല്ലായിരുന്നല്ലോ, അതുകൊണ്ടല്ലേ നേരിട്ട് വന്ന് കണ്ടേക്കാമെന്ന് വിചാരിച്ചെന്ന് കണ്ണനാണെങ്കിൽ തോമസ് വൈദ്യരോട് പറയുന്നു. ഇയാൾക്കൊരു പ്രശ്നമുണ്ട്, ഇത്തവണ എന്നെയല്ല കാണിക്കാൻ വന്നത്, ഇയാളെ കാണിക്കാനാണ് വന്നത്. മഹാലക്ഷ്മിക്ക് എന്ത് പറ്റി അറിയില്ല, ഇന്നലെ രാത്രി ഭയങ്കര അസ്വസ്ഥതകളായിരുന്നെന്ന് പറയുന്ന സമയത്ത് തോമസ് വൈദ്യർ പറയുന്നു, അല്ലെങ്കിലും മഹാലക്ഷ്മി ഇത്രയധികം ദൂരമൊന്നും യാത്ര ചെയ്തിട്ടില്ലല്ലോ, മാത്രമല്ല നല്ല മഞ്ഞുള്ള ഈ മകരമാസത്തിലെ യാത്ര ശരീരത്തിന് ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കും. പോയത് മൂന്നാറും കൂടിയല്ലേ, കാലാവസ്ഥ ചേഞ്ചും ഫുഡ് ചേഞ്ചും ആയിരിക്കും പ്രശ്നമായത്. വാ, എന്തായാലും ഡീറ്റെയിൽഡായിട്ട് പരിശോധിച്ച് നോക്കിയേക്കാം എന്ന് പറഞ്ഞ് തോമസ് വൈദ്യർ കണ്ണനെയും മഹാലക്ഷ്മിയും കൂട്ടി റൂമിലേക്ക് ചെന്ന് ചെക്കപ്പ് ചെയ്ത് നോക്കുന്നുണ്ട്. അതിനുശേഷം ഒരു ചെറു പുഞ്ചിരിയോടെ കണ്ണനെയും മഹാലക്ഷ്മിയും നോക്കുന്നുണ്ട് നമ്മുടെ തോമസ് വൈദ്യർ. അന്നേരം കണ്ണനാണെങ്കിൽ എന്താണെന്ന് അറിയാൻ വയ്യാതെ പകച്ച് മഹാലക്ഷ്മിയെ നോക്കുന്ന സമയത്ത്, എടോ സന്തോഷത്തിന് വകയുണ്ടോ, തനിക്ക് ദൈവം അനുഗ്രഹിച്ച് തന്നതാ ഈ വരദാനം. കാലുകൾക്ക് ചലനശേഷി ഇല്ലാതിരുന്ന തനിക്ക് നടക്കാനാകുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നോ? അതുപോലെ തന്നെ ജീവിതത്തിൽ തനിക്കൊരു കുഞ്ഞിൻ്റെ അച്ഛനാകാൻ പറ്റുമെന്നും പ്രതീക്ഷിച്ചിരുന്നോ? എങ്കിൽ അത് നടന്നിരിക്കുന്നു. മഹാലക്ഷ്മി ഒരു കുഞ്ഞിന് അമ്മയാകാൻ പോകുന്നടോ, താനൊരു കുഞ്ഞിന് അച്ഛനും. അത് കേട്ട് കണ്ണനും മഹാലക്ഷ്മിയും ഒരുപോലെ സന്തോഷിക്കുന്നു. സത്യമാണോ ഡോക്ടറെ? പിന്നല്ലാതെ തൻ്റെ മഹാലക്ഷ്മി ഇപ്പോൾ 1 മാസം പ്രഗ്നൻ്റ് ആണ് എന്ന് പറയുന്നതും കണ്ണനാണെങ്കിൽ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്നു. ഈ സന്തോഷ വാർത്ത തൽക്കാലം തൻ്റെ ശത്രുക്കൾ ആരും അറിയാൻ പാടില്ല, അതായത് ബന്ധുക്കൾ. അവരറിഞ്ഞു കഴിഞ്ഞാലുണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് തനിക്കറിയാമല്ലോ. അറിയാം വൈദ്യരെ, മേഘനെ പോലുള്ളൊരു ചതിയൻ്റെ പിടിയിൽ നിന്നും രക്ഷപ്പെട്ട് നല്ലൊരു കുടുംബജീവിതം നയിക്കുന്ന മഞ്ജു ഒരു കുഞ്ഞിന് അമ്മയാകാൻ പോകുന്നു എന്നുള്ള സന്തോഷ വാർത്ത അറിഞ്ഞിട്ട് അവളെ കമലേശ്വരം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് സ്നേഹത്തോടെയൊന്നുമല്ല, അവളുടെ വയറ്റിൽ വളരുന്ന സാഗറിൻ്റെ കുഞ്ഞിനെ നശിപ്പിക്കുക എന്ന ആഗ്രഹത്തോടെയായിരുന്നു. ആ കുഞ്ഞിനെ നശിപ്പിച്ചിട്ട് വേണം അവർക്ക് മേഘനുമായിട്ട് മകളെ ചേർത്ത് വെക്കാൻ. ഫുഡിൽ മായം കലർത്തി ഒടുക്കം മകളുടെ കുഞ്ഞിനെ ഇല്ലാതാക്കിയെന്നുള്ള പ്രതീക്ഷയോടെയാണ് അവരിയ്ക്കുന്നത്. ശരിക്കും മഞ്ജു ഒരു കുഞ്ഞിന് അമ്മയല്ലാത്തത് കൊണ്ട് പ്രശ്നം ഉണ്ടായില്ല. അവൾ ശരിക്കും ഒരു അമ്മയാകാൻ പോകുന്ന പെൺകുട്ടിയായിരുന്നെങ്കിൽ ഇത് പോരായിരുന്നോ അവളുടെ കുഞ്ഞ് നഷ്ടമാകാൻ? അതുകൊണ്ട് തന്നെയാണ് ഞാനും പറഞ്ഞത്, ഈ സന്തോഷ വാർത്ത നിങ്ങളെ സ്നേഹിക്കുന്നവർ മാത്രം തൽക്കാലം അറിഞ്ഞാൽ മതി, മറ്റാരും അറിയണ്ട എന്ന് പറയുമ്പം മഹാലക്ഷ്മി പറയുന്നുണ്ട്, സന്തോഷം കൊണ്ട് എൻ്റെ കണ്ണുകൾ നിറയുവാണ്. ഞാൻ സ്ഥിരം ക്ഷേത്രത്തിൽ വെച്ച് കാണാറുള്ള ഒരു മുത്തശ്ശിയുണ്ട്. ആ മുത്തശ്ശി എന്തു തന്നെ പറഞ്ഞാലും അധികം താമസിക്കാതെ എൻ്റെ ജീവിതത്തിൽ അത് അച്ചട്ടാണ്. മുത്തശ്ശി പറഞ്ഞിരുന്നു, ഈ മാസത്തിലെ കാർത്തിക ദിവസം ഞാനൊരു സന്തോഷ വാർത്ത എല്ലാവരെയും അറിയിക്കുമെന്ന്. അതിതായിരിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് പറഞ്ഞ് സങ്കടപ്പെടുന്നത് കണ്ടിട്ട് തോമസ് വൈദ്യർ പറയുന്നു, മഹാലക്ഷ്മി ഇപ്പം സങ്കടപ്പെടേണ്ട സമയമല്ല, സന്തോഷത്തോടെ ഇരിക്കേണ്ട സമയമാണ്, അത് മറക്കണ്ട. പിന്നെ കുറച്ച് മരുന്നുകളും കാര്യങ്ങളൊക്കെ എഴുതിത്തരാമെന്ന് പറഞ്ഞിട്ട് എല്ലാം റെഡിയാക്കി കൊടുക്കുന്നുണ്ട് തോമസ് വൈദ്യർ. ശേഷം ഈ സന്തോഷ വാർത്ത കണ്ണനും മഹാലക്ഷ്മിയും നേരെ അനന്തുവിനെയും ലേഖയും വിളിച്ചറിയിക്കുന്നുണ്ട്. മഹാലക്ഷ്മിയാണ് ഒരു കുഞ്ഞിന് അമ്മയാകാൻ പോകുന്നേ എങ്കിലും മഹാലക്ഷ്മി അമ്മയാകാൻ പോകുന്ന സന്തോഷ വാർത്ത കേട്ട് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് അനന്തവും ലേഖയും തന്നെയാണ്. കാരണം തങ്ങൾക്കൊരിക്കലും ഒരു കുഞ്ഞിന് അമ്മയും അച്ഛനും ആകാൻ പറ്റില്ല. മഹാലക്ഷ്മിയുടെ കുഞ്ഞുങ്ങളെയും കൊണ്ടെങ്കിലും തങ്ങളുടെ ആഗ്രഹം നിറവേറ്റി ഒരു കുഞ്ഞിനും അമ്മയും അച്ഛനും ആകാൻ പറ്റും എന്ന സന്തോഷത്തിലാണ് അവർ. അതേസമയം ലേഖ മഹാലക്ഷ്മിയോട് തൻ്റെ ഒരു വേവലാതി പറയുന്നുണ്ട്. കമലേശ്വരം തറവാട്ടിലല്ലേ മഹാലക്ഷ്മി നിൽക്കുന്നത്, അവിടെ നിൽക്കുന്ന ആർക്കും തന്നെ കണ്ണനെയോ മഹാലക്ഷ്മിയോ മനസ്സറിഞ്ഞിഷ്ടമല്ല. പുറമേ സ്നേഹം നടിച്ചു നിൽക്കുന്നെങ്കിലും എല്ലാവരും സ്വത്ത് മോഹിച്ച് കണ്ണൻ്റെയും മഹാലക്ഷ്മിയുടെ മരണം കാണാൻ ആഗ്രഹിക്കുന്നവരുമാണ്. 2 കുഞ്ഞുങ്ങൾക്ക് അമ്മയായ ദുർഗ മഹാലക്ഷ്മി പറയാതെ തന്നെ മഹാലക്ഷ്മി ഒരു കുഞ്ഞിന് അമ്മയാകാൻ പോകുന്നു എന്നുള്ള കാര്യം കണ്ടുപിടിക്കും. അത് മഹാലക്ഷ്മിക്കും കുഞ്ഞിനും ആപത്തല്ലി എന്ന് പറയുമ്പോൾ മഹാലക്ഷ്മി പറയുന്നു, തൽക്കാലം അവരറിയാതെ ഞാൻ നോക്കിക്കോളാം. പിന്നെ അധികം താമസിക്കാതെ വീട് മാറി നിൽക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. അതിനുശേഷം കണ്ണനും മഹാലക്ഷ്മി ഈ സന്തോഷ വാർത്ത അറിയിക്കുന്നത് മറ്റാരെയല്ല, നമ്മുടെ മഞ്ജുവിനെയും സാഗറിനെയാണ്. ചെയ്തുപോയ എല്ലാ തെറ്റുകളും തിരുത്തിയ മഞ്ജു കണ്ണൻ്റെ മഹാലക്ഷ്മിയുടെ നന്മ ആഗ്രഹിക്കുന്നവരുടെ കൂട്ടത്തിൽ പെടുന്നതായതുകൊണ്ട് തന്നെ അവരോടും ഈ സന്തോഷ വാർത്ത അറിയിക്കുന്നു. പിന്നെ മാർക്കോയോടും ദേവി മുത്തശ്ശിയോടും നേരിട്ട് കണ്ട് തന്നെ കാര്യം പറയുമ്പോൾ അവർക്കും സന്തോഷമാകുന്നു. ദേവി മുത്തശ്ശി ചില നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന കേട്ടിട്ട് മഹാലക്ഷ്മിക്ക് വീണ്ടും ടെൻഷനും ആദ്യമാകുന്നു. ഈ വിവരം ശത്രുക്കൾ അറിഞ്ഞു കഴിഞ്ഞാൽ
മഹാലക്ഷ്മിയെയും കുഞ്ഞിനെയും ഇല്ലാതാക്കാൻ ശത്രുക്കൾ ശ്രമിക്കുമെന്നും അതുകൊണ്ട് തന്നെ കമലേശ്വരം തറവാട്ടിൽ നിന്നും കുറച്ച് നാൾ മാറി നിൽക്കുന്നതായിരിക്കും കണ്ണനും മഹാലക്ഷ്മിക്കും ഏറ്റവും ഉചിതമാകുന്നതെന്ന് മുത്തശ്ശി നിർദ്ദേശിക്കുമ്പോൾ മഹാലക്ഷ്മി അത് കേട്ട് സങ്കടത്തോടെ കണ്ണനോട് വന്ന് കാര്യം പറയുന്നുണ്ട്. അപ്പോൾ കണ്ണനും പറയുന്നു, മുത്തശ്ശി അങ്ങനെ പറയണമെങ്കിൽ ഉറപ്പായിട്ടും അതിന് പിന്നിൽ മറ്റെന്തോ കാര്യമുണ്ട്. പിന്നെ നമ്മുടെ ശത്രുക്കൾ നമ്മളെ എത്ര തവണയാണ് കൊല്ലാൻ ശ്രമിച്ചിട്ടുള്ളത്, അതും കൂടി വെച്ച് നോക്കുമ്പം മുത്തശ്ശി പറയുന്ന ആ കാര്യം അതുപോലെ അനുസരിക്കുന്നതായിരിക്കും നല്ലതെന്ന് പറയുന്ന കണ്ണനെയും മഹാലക്ഷ്മിയും കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. മോഹിനിയമ്മയെ സംബന്ധിച്ച് തൻ്റെ ഇളയ മകൾ ഒരു കുഞ്ഞിന് അമ്മയാകാൻ പോകുന്നു എന്നുള്ള സന്തോഷം അറിഞ്ഞ് ഒരുപാട് ദൈവങ്ങളുടെ മുമ്പിൽ കരഞ്ഞു പ്രാർത്ഥിച്ചിരുന്നു. യാതൊരു ആപത്തും കൂടാതെ ആയുസ്സും ആരോഗ്യമുള്ളൊരു കുഞ്ഞിന് എൻ്റെ മകൾ ജന്മം കൊടുക്കണോ എന്ന് പ്രാർത്ഥിച്ച്. എന്നാൽ മഹാലക്ഷ്മിയുടെ പതനം കാണാൻ ആഗ്രഹിച്ച കരുണയുടെ അഹങ്കാരം കൊണ്ട് തന്നെ ഉണ്ടായ കുഞ്ഞ് നഷ്ടമായെന്ന് മാത്രമല്ല, ഉടനെയൊന്നും ഇനിയൊരു കുഞ്ഞിന് അമ്മയാകാൻ പറ്റില്ല എന്നുള്ളൊരു വാർത്ത അറിഞ്ഞ് സങ്കടപ്പെട്ട് നിൽക്കുമ്പോഴാണ് മോഹിനിയമ്മയെ സന്തോഷിപ്പിച്ചുകൊണ്ട് തൻ്റെ മൂത്ത മകൾ ഒരിക്കലും ഒരു അമ്മയാകില്ല എന്ന് താൻ വിധി എഴുതിയ മകൾ പോലും ഒരു കുഞ്ഞിന് അമ്മയാകാൻ പോകുന്ന സന്തോഷ വാർത്ത അറിയിക്കുന്നത്. ആ സന്തോഷത്തിൽ മതിമറന്ന് മോഹിനിയമ്മ പായസമുണ്ടാക്കി എല്ലാവർക്കും കൊടുക്കുന്ന സമയത്ത് ശത്രുക്കൾക്ക് ചില സംശയങ്ങൾ തോന്നാതില്ല. എന്താകുമെന്ന് കാത്തിരിക്കാം.